എന്റെ സുഹൃത്തെ, ഇന്നു മുതൽ കൃത്യം 365 ദിവസങ്ങൾക്ക് ശേഷം 2026 ഡിസംബറിൽ ഒന്നുകിൽ നിങ്ങളിന്ന് ആരാണോ അതേ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ നോക്കി ഇദ്ദേഹം ഒരു വർഷം കൊണ്ട് ചെയ്തത് നമ്മൾക്ക് ഒരു ജന്മം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ആ വ്യക്തിയായി നിങ്ങൾ മാറിയിട്ടുണ്ടാകും. ചോയ്സ് നിങ്ങളുടേതാണ്. ഞാൻ നെപ്പോളിയൻ ഹിൽ 500-ലധികം മില്യണയർമാരെ പഠിച്ചതിനുശേഷം ഞാൻ പഠിച്ച ആ സത്യം ഇന്ന് നിങ്ങളോട് പറയാൻ പോകുകയാണ്. അതിനാൽ നിങ്ങൾ സീരിയസായി നിങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യരുത്. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വിധി തന്നെ മാറ്റിമറിക്കുന്ന ആ ഫോർമുല ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. എന്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും മരിക്കുന്നത് അവരുടെ സ്വപ്നങ്ങളുമായാണ്. ഞാനത് ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് കൂടുതൽ റിസോഴ്സസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നു. എന്നാൽ സത്യമിതാണ് സുഹൃത്തെ, സമയം എല്ലാവർക്കും തുല്യമായിരുന്നു. റിസോഴ്സസിന് കുറവില്ലായിരുന്നു. കുറവുണ്ടായിരുന്നത് തീരുമാനത്തിന്റെ കുറവായിരുന്നു. ആൻഡ്രൂ കാർണഗി എന്നോടൊരിക്കൽ പറഞ്ഞു, നെപ്പോളിയൻ, ചരിത്രം മാറ്റുന്നവർ അവരാണ് ഒരു ദിവസം ഒരു തീരുമാനമെടുക്കുകയും പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തവർ. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആ തീരുമാനത്തിന് നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയാൻ പോകുന്നത് വെറും തിയറിയല്ല. ഇത് ഹെൻറി ഫോർഡിനെ ബില്യണയറാക്കിയ, തോമസ് എഡിസനെ ജീനിയസാക്കിയ, ജോൺ ഡി റോക്ക്ഫെല്ലറെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാക്കിയ കൃത്യമായ തത്വങ്ങളാണ്. നിങ്ങൾ ഈ തത്വങ്ങളെ ആത്മാർത്ഥമായി പിന്തുടരുകയാണെങ്കിൽ 2026 നിങ്ങൾക്ക് വെറുമൊരു വർഷമായിരിക്കില്ല, മറിച്ച് ഒരു വിപ്ലവമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സീരിയസായി ജീവിതത്തിൽ വലിയ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെ ലൈഫ് ചേഞ്ചിങ് വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കട്ടെ. നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ എഴുതുക, 2026 ഇസ് മൈൻ. കാരണം സ്വന്തം ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുന്നവർ മാത്രമാണ് അത് നേടിയെടുക്കുന്നത്. ആദ്യത്തെ സത്യം, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മനസ്സിലാണ്, ബാങ്ക് അക്കൗണ്ടിലല്ല. സുഹൃത്തെ, ധനികനും ദരിദ്രനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ഞാൻ ആൻഡ്രൂ കാർണഗിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞു, നെപ്പോളിയൻ, ദരിദ്രൻ പണം എണ്ണുന്നു, സമ്പന്നൻ ആശയങ്ങൾ എണ്ണുന്നു. ഇത് മനസ്സിലാക്കുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം വെറും ഒരു ഫലം മാത്രമാണ്. യഥാർത്ഥ സമ്പത്ത് നിങ്ങളുടെ മനസ്സിലാണ്, നിങ്ങളുടെ ചിന്തകളിലാണ്, നിങ്ങളുടെ വിശ്വാസങ്ങളിലാണ്. തോമസ് എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടു, പക്ഷേ അദ്ദേഹം ഒരിക്കലും തോറ്റില്ല. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു, എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് ശരിയായ വഴി കണ്ടെത്തണം എന്ന് മാത്രം. ഒടുവിൽ അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചപ്പോൾ ലോകം മുഴുവൻ മാറിമറിഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം പരിശീലിപ്പിക്കുന്നുണ്ട്? നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദിവസവും നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകുന്നുണ്ടോ? അതോ സംശയവും ഭയവും നെഗറ്റിവിറ്റിയും നൽകുകയാണോ? നിങ്ങൾക്ക് മാസ്റ്റർ മൈൻഡ് വേണം. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ശക്തമായ രഹസ്യം പറഞ്ഞുതരാം. ഞാൻ പഠിച്ച മഹത്തായ എല്ലാ നേതാക്കൾക്കും, അത് ഹെൻറി ഫോർഡ് ആകട്ടെ, തോമസ് എഡിസൺ ആകട്ടെ, ജോൺ ഡി റോക്ക്ഫെല്ലർ ആകട്ടെ, അവർക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ടായിരുന്നു, മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. എന്താണിത്? ഇത് പരസ്പരം ഉയർത്തുന്ന, പരസ്പരം ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന, ഒരാളുടെ ദൗർബല്യങ്ങളെ മറ്റൊരാൾ കവർ ചെയ്യുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഞാൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 2 മനസ്സുകൾ യോജിപ്പോടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ അവ രണ്ടിനേക്കാളും ശക്തമായ അദൃശ്യമായ ഒരു മൂന്നാമത്തെ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്നു. ഇത് മനസ്സിലാക്കുക, നിങ്ങൾ തനിച്ചാണെങ്കിൽ വേഗത്തിൽ നടക്കാം, എന്നാൽ ശരിയായ ആളുകളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ദൂരേക്ക് പോകാം. ഹെൻറി ഫോർഡ് ഒരിക്കലും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് എഞ്ചിനീയർമാരുടെ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടായിരുന്നു. ആൻഡ്രൂ കാർണഗി സ്വയം സ്റ്റീൽ ഉണ്ടാക്കിയില്ല, പക്ഷേ അദ്ദേഹത്തിന് എക്സ്പേർട്സുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എവിടെയാണ് നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്? നിങ്ങളുടെ സ്വപ്നങ്ങൾ ആരോടാണ് നിങ്ങൾ പങ്കുവയ്ക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളെ നോക്കിച്ചിരിക്കുന്ന, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ഇപ്പോഴും നടക്കുന്നതെങ്കിൽ സുഹൃത്തെ, നിങ്ങൾക്കൊരിക്കലും വലിയ വിജയം നേടാൻ കഴിയില്ല. യു ബിക്കം ദി ആവറേജ് ഓഫ് ദ 5 പീപ്പിൾ യു സ്പെൻഡ് ദ മോസ്റ്റ് ടൈം വിത്ത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ. അതുകൊണ്ട് 2026 അസാധാരണമായ വിജയം നേടണമെങ്കിൽ നിങ്ങളുടെ സർക്കിൾ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങളെക്കാൾ മികച്ച, നിങ്ങളെത്താൻ ആഗ്രഹിക്കുന്നിടത്ത് ഇതിനകം എത്തിച്ചേർന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക. ഫിസിക്കലി അത്തരം ആളുകൾ നിങ്ങളുടെ അടുത്തേക്കില്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക, മെന്റർമാരെ കണ്ടെത്തുക. കാരണം നിങ്ങളുടെ പരിസരം മാറ്റുമ്പോൾ നിങ്ങൾ സ്വയം ഓട്ടോമാറ്റിക്കായി മാറുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു സത്യസന്ധമായ കഥ പറഞ്ഞുതരാം. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. പണമില്ല, കണക്ഷൻസ് ഇല്ല, ഡിഗ്രിയില്ല. പക്ഷേ എന്റെ ഉള്ളിലൊന്നുണ്ടായിരുന്നു, തീവ്രമായ ആഗ്രഹം. വിജയത്തിന്റെ രഹസ്യം കണ്ടെത്തണമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നീട് ഒരു ദിവസം ആൻഡ്രൂ കാർണഗി എനിക്കൊരു അവസരം തന്നു. അദ്ദേഹം പറഞ്ഞു, നെപ്പോളിയൻ, ലോകത്തിലെ ഏറ്റവും വിജയിച്ച മനുഷ്യരെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തിത്തരാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, 20 വർഷം നീ പണമില്ലാതെ ജോലി ചെയ്യേണ്ടിവരും. ഞാൻ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരി സർ, ഞാൻ തയ്യാറാണ്. പിന്നീട് 20 വർഷം ഞാൻ പഠിച്ചു.
500-ലധികം വിജയികളെ ഇന്റർവ്യൂ ചെയ്തു. ആയിരക്കണക്കിന് മണിക്കൂറുകൾ ഗവേഷണം നടത്തി. അങ്ങനെയാണ് ഞാൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എഴുതിയത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിൽ ഒന്നാണത്. ദശലക്ഷക്കണക്കിന് ആളുകൾ അതുകൊണ്ട് ജീവിതം മാറ്റിമറിച്ചു. ഞാൻ എന്തിനാണിത് പറയുന്നത്? കാരണം വിജയം ഒറ്റ രാത്രി കൊണ്ട് ലഭിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അത് ലഭിക്കുമ്പോൾ ജീവിതം പൂർണ്ണമായും മാറിമറിയും. അന്ന് ഞാൻ ആൻഡ്രൂ കാർനെഗിയുടെ ഓഫർ നിരസിച്ചിരുന്നെങ്കിലോ, എനിക്കിപ്പോൾ പണം വേണം എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലോ, എങ്കിൽ ഇന്നെന്റെ പുസ്തകമോ എന്റെ ലെഗസിയോ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കംഫർട്ട് ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ബാക്കി ജീവിതം സുഖമായി ജീവിക്കാൻ 2-3 വർഷം കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണെങ്കിൽ നിങ്ങൾ ഇതിനകം വിജയികളാണ്. ഇനി വേണ്ടത് സ്ഥിരത മാത്രമാണ്. സുഹൃത്തേ, ഈ വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യണം. താഴെ പോയി ലൈക്ക് ബട്ടൺ അമർത്തുക. കാരണം എത്ര കൂടുതൽ ലൈക്കുകൾ ലഭിക്കുന്നുവോ അത്രയും കൂടുതൽ ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തും. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ലൈക്ക് കാരണം ഒരാളുടെ ജീവിതം മാറിയേക്കാം. അതുപോലെ ജീവിതം മാറ്റാൻ സീരിയസ് ആയ, വലുതായി ചിന്തിക്കുന്ന, സ്വപ്നം കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നമ്മൾ നമ്മുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് യഥാർത്ഥ വിജയമുണ്ടാകുന്നത്. മൂന്നാമത്തെ സത്യം, നിങ്ങൾക്ക് ഒരു ഡെഫിനിറ്റ് ചീഫ് എയിം വേണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട തത്വം ഞാൻ പറയാം. ഇതില്ലെങ്കിൽ ബാക്കിയെല്ലാം വ്യർത്ഥമാണ്. അതായത് നിങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമെന്താണ്? ഭൂരിഭാഗം ആളുകളും എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? കാരണം അവർക്ക് 100 ലക്ഷ്യങ്ങളുണ്ട്, പക്ഷേ ഒന്നുപോലും വ്യക്തമല്ല. ഇന്ന് ഒന്ന്, നാളെ മറ്റൊന്ന്. എന്നാൽ വിജയികൾ വ്യത്യസ്തരാണ്. അവർക്ക് വൺ ബേണിംഗ് ഒബ്സഷനാണുള്ളത്. തോമസ് എഡിസന്റെ ഒബ്സഷൻ ഇലക്ട്രിസിറ്റിയെ മെരുക്കുക എന്നതായിരുന്നു. ഹെൻറി ഫോർഡിന്റെ ഒബ്സഷൻ സാധാരണക്കാർക്ക് വാങ്ങാവുന്ന കാറുകൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. റൈറ്റ് സഹോദരന്മാരുടെ ഒബ്സഷൻ പറക്കുക എന്നതായിരുന്നു. അവർ തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും ആ ഒരൊറ്റ ഗോളിൽ ഫോക്കസ് ചെയ്തു. ഫലമോ, അവർ ലെജൻഡ്സായി മാറി. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ ഡെഫിനിറ്റ് ചീഫ് എയിം എന്താണ്? ശ്രദ്ധിക്കുക, അത് അവ്യക്തമാകരുത്. എനിക്ക് പണക്കാരനാകണം, ഇതൊരു ലക്ഷ്യമല്ല. 2026 ഡിസംബർ വരെ ഞാൻ 1 കോടി രൂപ സമ്പാദിക്കും, ഇതൊരു ലക്ഷ്യമാണ്. എനിക്ക് വിജയിക്കണം, ഇതൊരു ലക്ഷ്യമല്ല. 2026 ഞാൻ സ്വന്തമായി ഒരു കമ്പനി ലോഞ്ച് ചെയ്യും, അത് 50 ലക്ഷം ടേൺ ഓവർ ജനറേറ്റ് ചെയ്യും, ഇതാണ് ലക്ഷ്യം. നിങ്ങൾക്ക് കൃത്യമായ തീയതി വേണം, കൃത്യമായ തുക വേണം, കൃത്യമായ പ്ലാൻ വേണം. എന്നിട്ട് ദിവസവും ആ ലക്ഷ്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുന്നതിനു മുമ്പും ദിവസം പലതവണയും ഇതാണെന്റെ വിധി, എനിക്കിത് നേടുക തന്നെ വേണം എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് പറയണം. നിങ്ങളുടെ മനസ്സ് ആ ലെവലിൽ കൺവിൻസ്ഡ് ആയാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാനാവില്ല. പ്രപഞ്ചം നിങ്ങൾക്കായി വഴികൾ തുറക്കാൻ തുടങ്ങും. അവസരങ്ങൾ ആകർഷിക്കപ്പെടും. ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇത് മാജിക്കല്ല സുഹൃത്തേ, ഇത് സയൻസാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നാലാമത്തെ സത്യം, ഫെയ്ത്ത് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയാം. ഫെയ്ത്ത്, വിശ്വാസമില്ലാതെ നിങ്ങൾക്കൊന്നും നേടാനാകില്ല. ഒരിക്കൽ ഞാൻ ഹെൻറി ഫോർഡിനോട് ചോദിച്ചു, സർ, എഞ്ചിൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാമായിരുന്നു? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നെപ്പോളിയൻ, എനിക്കറിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കുക, നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് വിജയിക്കും എന്നതിന് നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവ് പോലും ഉണ്ടാകില്ല. നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. റൈറ്റ് സഹോദരന്മാർക്ക് മനുഷ്യന് പറക്കാൻ കഴിയുമെന്ന് ഒരു തെളിവുമുണ്ടായിരുന്നില്ല, പക്ഷേ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. കൊളംബസിന് അമേരിക്കയുണ്ടെന്ന് ഒരു തെളിവുമുണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടണമെങ്കിൽ നിങ്ങൾക്കും ബ്ലൈൻഡ് ഫെയ്ത്ത് വേണം. ലോകം മുഴുവൻ എതിർത്താലും ആരും സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനിത് ചെയ്യും എന്ന് പറയാൻ കഴിയുന്നത്ര വിശ്വാസം നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിലുണ്ടായിരിക്കണം. പക്ഷേ ഓർക്കുക, വിശ്വാസം ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അത് ഓട്ടോമാറ്റിക്കായി വരില്ല. അതിനായി ദിവസവും നിങ്ങളുടെ മനസ്സിനെ കണ്ടീഷൻ ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആവർത്തിച്ചു പറയണം, അഫർമേഷൻസ് പറയണം. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വേർഷൻ ദിവസവും വിഷ്വലൈസ് ചെയ്യണം. പതുക്കെ പതുക്കെ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം സ്ട്രോങ് ആകും, എന്നാൽ ഒരു തടസ്സത്തിനും നിങ്ങളെ ഇളക്കാൻ കഴിയില്ല. സുഹൃത്തേ, ഞാൻ നിങ്ങൾക്ക് കൈപ്പേറിയ ഒരു സത്യം പറഞ്ഞുതരാം. സമയം ആർക്കും വേണ്ടി കാത്തുനിൽക്കില്ല. നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ ഓരോ തവണയും സംഭവിക്കുന്നത് തന്നെ സംഭവിക്കും. ജനുവരിയിൽ മോട്ടിവേഷൻ വരും, ഫെബ്രുവരിയിൽ കുറച്ച് വർക്ക് നടക്കും, മാർച്ചോടെ എല്ലാം മറക്കും, ഡിസംബറിൽ വീണ്ടും അടുത്ത വർഷം മുതൽ തുടങ്ങാം എന്ന് ചിന്തിക്കും. പക്ഷേ അടുത്ത വർഷം എന്നത് ഒരിക്കലും വരുന്നില്ല. കാരണം പ്രൊക്രാസ്റ്റിനേഷനാണ് ഏറ്റവും വലിയ ഡ്രീം കില്ലർ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോൾ തുടങ്ങും? നാളെയോ, മറ്റന്നാളോ, അടുത്ത മാസമോ? അല്ല സുഹൃത്തേ, നിങ്ങൾ ഇന്ന് തുടങ്ങും. ഇപ്പോൾ, ഈ മൊമെന്റിൽ. കാരണം വിജയികൾ നാളത്തേക്ക് കാത്തുനിൽക്കില്ല, അവർ ഇപ്പോൾ തന്നെ തുടങ്ങും. അതൊരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും, അത് ഇംപെർഫെക്റ്റ് ആണെങ്കിലും അവർ തുടങ്ങും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനിച്ച ഉടനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഡെഫിനിറ്റ് ചീഫ് എയിം ഒരു പേപ്പറിൽ എഴുതുക, ഡേറ്റ് ഇടുക, എമൗണ്ട് എഴുതുക,
എന്നിട്ട് അത് ദിവസവും വായിക്കുക. ഈ ചെറിയ ആക്ഷൻ നിങ്ങളുടെ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. അഞ്ചാമത്തെ സത്യം, പെർസിസ്റ്റൻസ് ആണ് അൾട്ടിമേറ്റ് കീ. ഇനി അവസാനത്തേതും ഏറ്റവും ശക്തവുമായ രഹസ്യം ഞാൻ പറയാം. പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹം. എന്റെ ജീവിതത്തിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. ടാലന്റിനേക്കാൾ വലുതാണ് പെർസിസ്റ്റൻസ്. ഇന്റലിജൻസിനേക്കാൾ വലുതാണ് പെർസിസ്റ്റൻസ്. റിസോഴ്സസിനേക്കാൾ വലുതാണ് പെർസിസ്റ്റൻസ്. ഏറ്റവും വലിയ ശക്തി നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡാണ്. തോമസ് എഡിസൺ 10,000 തവണ പരാജയപ്പെട്ടു, പക്ഷേ ക്വിറ്റ് ചെയ്തില്ല. എബ്രഹാം ലിങ്കൺ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റു, ബിസിനസ് പരാജയപ്പെട്ടു, ഡിപ്രഷനിൽ പോയി, പക്ഷേ ക്വിറ്റ് ചെയ്തില്ല. കേണൽ സാൻഡേഴ്സിനെ 109 തവണ റിജക്റ്റ് ചെയ്തു, പക്ഷേ അദ്ദേഹം ക്വിറ്റ് ചെയ്തില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ KFC ലോകം മുഴുവനുണ്ട്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നിങ്ങൾ എത്ര തവണ വീഴും എന്നതല്ല, നിങ്ങൾ എത്ര തവണ എഴുന്നേൽക്കും എന്നതാണ്. ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, 2026-ൽ നിങ്ങൾ ഓരോ ദിവസവും കൺസിസ്റ്റന്റായി ഇരിക്കുകയാണെങ്കിൽ, ഓരോ തടസ്സത്തെയും ഒരു പാഠമായി എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ക്വിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഡിസംബർ ആകുമ്പോഴേക്കും മറ്റുള്ളവർ ഒരു ജന്മം കൊണ്ട് എത്താത്ത ലെവലിൽ നിങ്ങൾ എത്തിയിരിക്കും. കാരണം ടാലന്റ് ക്വിറ്റ് ചെയ്യുമ്പോൾ, ഇന്റലിജൻസ് തോൽക്കുമ്പോൾ, പെർസിസ്റ്റൻസ് എപ്പോഴും വിജയിക്കുന്നു. സുഹൃത്തെ, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ആരാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പവർ നിങ്ങളിലുണ്ട്. പക്ഷേ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ ആ പവർ പുറത്തുവരൂ. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ, നിങ്ങളുടെ ഭയത്തെ ഫേസ് ചെയ്യുമ്പോൾ മാത്രമേ അത് സംഭവിക്കൂ. 2026 വെറുമൊരു വർഷമല്ല, അത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷന്റെ വർഷമാണ്. പക്ഷെ നിങ്ങൾ കമ്മിറ്റ് ചെയ്താൽ മാത്രം. അതുകൊണ്ട് ഇന്ന് ഈ മൊമെന്റിൽ തന്നെ സ്വയം ഒരു പ്രോമിസ് ചെയ്യുക: ഞാൻ ആരാകാനാണോ ജനിച്ചത്, 2026-ൽ ഞാൻ അതായി മാറിയിരിക്കും. എന്റെ പൂർണ്ണമായ പൊട്ടൻഷ്യൽ ഞാൻ അൺലോക്ക് ചെയ്യും. അസാധ്യമായി ഒന്നുമില്ലെന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്താൽ പ്രപഞ്ചം കൂടെ നിൽക്കും. അവസരങ്ങൾ ആകർഷിക്കപ്പെടും. ശരിയായ ആളുകളെ കണ്ടുമുട്ടും. റിസോഴ്സസ് വരാൻ തുടങ്ങും. കാരണം കമ്മിറ്റ്മെന്റ് സ്ട്രോങ് ആകുമ്പോൾ വഴികൾ ഓട്ടോമാറ്റിക്കായി തെളിഞ്ഞുവരും. അതുകൊണ്ട് സുഹൃത്തേ, ജീവിതം മാറ്റാൻ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. 1. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെ ഓരോ പുതിയ ലൈഫ് ചേഞ്ചിങ് വീഡിയോയും നിങ്ങൾക്ക് ആദ്യം കാണാം. 2. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ലൈക്ക് കൊണ്ട് ഈ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്കെത്തും. 3. കമന്റിൽ എഴുതുക: 2026 ഈസ് മൈ ഇയർ. നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് പബ്ലിക്കായി ഡിക്ലെയർ ചെയ്യുക. പിന്നെ ഒരു ബോണസ് സ്റ്റെപ്പ്: ഈ വീഡിയോ നിങ്ങളുടെ 3 സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ യാത്രയിൽ കൂടെയുണ്ടാകേണ്ട, നിങ്ങളുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ കഴിയുന്ന, നിങ്ങളെപ്പോലെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന 3 പേർക്ക്. ഓർക്കുക, വിജയം എന്നത് ഒറ്റയ്ക്കുള്ള യാത്രയല്ല, ഇതൊരു കളക്റ്റീവ് റൈസാണ്. അതുകൊണ്ട് ഇന്നു മുതൽ തുടങ്ങുക. 2026-നെ നിങ്ങളുടെ വർഷമാക്കി മാറ്റുക.